പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ബയോളജിയുടെ ഓൺലൈൻ ക്ലാസ് തുടരുകയാണ്. ബയോളജിയിലെ രണ്ടാമത്തെ അധ്യായം വിൻഡോസ് ഓഫ് നോളേജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഓൺലൈനിലൂടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മളുടെ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ പഠനം മുടങ്ങാതിരിക്കാൻ വേണ്ടി ഓൺലൈൻ മാധ്യമത്തെ സ്വീകരിച്ചു. അതിലൂടെ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കി തന്നു. ഇനി ആ രണ്ടാമത്തെ ചാപ്റ്ററിനെ തുടർന്ന് വരുന്ന നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചതിനേക്കാൾ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ നമ്മളിന്ന് ഓൺലൈനായി ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൻ്റെ പേര് ശ്രദ്ധിക്കണേ, Chemical messages for homeostasis അല്ലെങ്കിൽ സന്തുലനത്തിനായുള്ള രാസസന്ദേശങ്ങൾ. ഇങ്ങനെയാണ് ഈ അധ്യായത്തിൻ്റെ പേര് വരുന്നത്. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സന്തുലനത്തിനായുള്ള രാസസന്ദേശങ്ങൾ എന്നുള്ളതാണ്. ചാപ്റ്ററിൻ്റെ പേരിൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ചാപ്റ്ററിൻ്റെ പേര് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് നേരെ ഇതിൽ പഠിക്കാനുള്ള പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ക്ലാസ്സിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും മനസ്സിലായ കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് കുറിച്ചു വെക്കാനൊക്കെ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും പറയുന്നത് പോലെ പറയാണ്. നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ള ആദ്യത്തെ ഒരു പ്രധാന പോയിൻ്റാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ്. അതിനെ വിളിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ്. എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നൊരു പേരാണ് അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് ഇതിനെ വിളിക്കുക. ഹലോ ശ്രദ്ധിക്കണേ, എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം, നമ്മളെ ശരീരമുണ്ടാക്കിയത് കോശങ്ങളെ കൊണ്ടാണ്. കോശങ്ങൾ ചേർന്നുകൊണ്ട് എന്തുണ്ടാവുന്നു അല്ലെങ്കിൽ സെൽസ് കൊണ്ടാണ് നമ്മളെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള സെൽസ് ചേർന്നുകൊണ്ട് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ ഉണ്ടാവുന്നു. ഈ കലകൾ ചേർന്നുകൊണ്ട് അവയവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കുറേ ഓർഗൻസ് ചേർന്നാൽ അവയവ വ്യവസ്ഥ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോൾ അവയവ വ്യവസ്ഥയിൽ എന്താ ഉണ്ടാവുക അല്ലെങ്കിൽ എന്ത് ചേർന്നിട്ടാണ് അവയവ വ്യവസ്ഥകൾ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അവയവങ്ങൾ ചേർന്നുകൊണ്ടാണ് അവയവ വ്യവസ്ഥ ഉണ്ടാവുക. സിമ്പിളായത് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് ചേർന്നുകൊണ്ട് കലകൾ ഉണ്ടാകുന്നു, ടിഷ്യൂസ് ഉണ്ടാകുന്നു. എങ്ങനെ പറഞ്ഞത്? കോശങ്ങൾ ചേർന്നുകൊണ്ട് കലകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ കലകളിൽ എന്താണ് ഉണ്ടാവുക? കോശങ്ങളാണ് ഉണ്ടാവുക. കാരണം കോശങ്ങൾ ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാവുക. അതേപോലെ കലകൾ ചേർന്ന് അവയവങ്ങൾ, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ. അവയവങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഓർഗൻസ്. ഇനി അവയവ വ്യവസ്ഥക്ക് പറയുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം. ശ്രദ്ധിക്കണേ നല്ലോണം. അപ്പോൾ ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നത് എന്ത് ചേർന്നിട്ടാണ്? ഓർഗൻസ് ചേർന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഓർഗൻ സിസ്റ്റത്തിൽ എന്തുണ്ടാവും? ഓർഗൻസ് ഉണ്ടാവും. അങ്ങനെയല്ലെങ്കിൽ അവയവ വ്യവസ്ഥയിൽ എന്തുണ്ടാവും? അവയവ വ്യവസ്ഥയിൽ അവയവങ്ങളുണ്ടാവും. അത്തരത്തിൽപ്പെട്ട ഒരു അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. ഞാൻ പറഞ്ഞു അവയവ വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ. അപ്പോൾ ഇതൊരു അവയവ വ്യവസ്ഥക്ക് ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ അല്ലെങ്കിൽ ഒന്നിലധികം അവയവങ്ങൾ ഇതിൽ കാണണം. അല്ലെങ്കിൽ
ഓർഗൻ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളത്. ഓർഗൻ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം കണ്ടോ നിങ്ങൾ. അപ്പോൾ ഓർഗൻ സിസ്റ്റത്തിൽ എന്തുണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചേർന്നുകൊണ്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുക? ഓർഗൻ സിസ്റ്റം ഓർഗൻസ് ചേർന്നുണ്ടാകുന്ന സിസ്റ്റമാണ് ഓർഗൻ സിസ്റ്റം. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ മോർ ദാൻ വൺ ഓർഗൻസ് മസ്റ്റ് ബി ദർ, അവിടെ ഒന്നിലധികം ഓർഗൻസ് കാണണം. അപ്പോൾ അത് ഏതാണ് എന്നതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൻ്റെ മുമ്പ് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം നമ്മളെ ശരീരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന അവയവ വ്യവസ്ഥയാണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. ഇനി ഇതൊരു ഓർഗൻ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നിലധികം ഭാഗങ്ങളുണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽപ്പെട്ടതാണ് ഇതിൽ ഇപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണൊന്ന് എൻഡോക്രൈൻ ഗ്ലാൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ് ഒന്ന്. അതേപോലെ തന്നെ അതിൻ്റെ സെക്രീഷൻസായ ഹോർമോൺസും, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം, അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ഒന്ന് അന്തസ്രാവി ഗ്രന്ഥികൾ, അന്തസ്രാവി ഗ്രന്ഥികളും അതേപോലെ തന്നെ അതിൻ്റെ സ്രവങ്ങളായ ഹോർമോണുകളും. ഞാൻ പറഞ്ഞു തരും. ഇത് രണ്ടുമാണ് ഈ പറയപ്പെടുന്ന അവയവ വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. നോക്കണേ, എൻഡോക്രൈൻ സിസ്റ്റം ആയതുകൊണ്ട് അതിൽ ഒന്നിലധികം അവയവങ്ങൾ വേണം. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻസ്. ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്രവങ്ങൾ അല്ലെങ്കിൽ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്ലാൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നോക്കണേ നിങ്ങൾ, എൻഡോക്രൈൻ ഗ്ലാൻസ്, അതിന് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് അതിനെ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. ആ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷനാണ്, സ്രവമാണ് ഹോർമോൺ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് സെക്രീറ്റഡ് ഫ്രം എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ കാൾഡ് ഹോർമോൺസ്. ഇത് രണ്ടുമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. മലയാളത്തിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേര് അന്തസ്രാവി വ്യവസ്ഥ എന്നും, അതിൻ്റെ ഹോർമോൺ അല്ലെങ്കിൽ എന്തെങ്കിലും സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കോശ സമൂഹങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രന്ഥികളെന്ന് വിളിക്കുക. അപ്പോൾ അതിനെ ഇവിടെ നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയാകൊണ്ട് അതിൻ്റെ ഭാഗം കൂടെ ആകൊണ്ട് അന്തസ്രാവി ഗ്രന്ഥികളെന്ന് വിളിക്കും. ഇനി അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ഹോർമോണുകൾ എന്നുള്ളത്. ഇത് രണ്ടുമാണ് എന്ത് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗങ്ങളായിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ മുമ്പ് പഠിച്ച ഒരു അവയവ വ്യവസ്ഥയുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, രക്തപര്യന വ്യവസ്ഥ. ഇത് നമ്മൾ മുമ്പ് ഏതോ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ എന്തായാലും പഠിച്ചിട്ടുണ്ട്. രക്തപര്യന വ്യവസ്ഥ, അല്ലെങ്കിൽ അതിനെ ഇംഗ്ലീഷിൽ സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ് വിളിക്കുക. ഇതിന് 3 ഭാഗങ്ങളുണ്ട്, നല്ല ശ്രദ്ധിക്കണേ. ഇതിന് ആദ്യത്തെ ഭാഗം ഇതിൻ്റെത് ഹൃദയമാണ്. ഇംഗ്ലീഷിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം എഴുതുന്നില്ല, നമുക്കറിയാലോ ഹൃദയം എന്ന് പറയുമ്പോൾ ഹാർട്ട്. പിന്നെ അതേപോലെ രക്തം ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. മൂന്നാമത്തെ ഒരു ഭാഗമാണ്, നോക്കണേ, രക്തക്കുഴലുകൾ. നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം, ഇതിൻ്റെ പാർട്സാണ് ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട്, രക്തം അല്ലെങ്കിൽ ബ്ലഡ്, രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ്. നല്ല ശ്രദ്ധിക്കണേ. ഇതുപോലത്തെ ഒരു സിസ്റ്റത്തെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കുക, എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അന്തസ്രാവി ഗ്രന്ഥികൾ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഇവിടെ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്, സമാനമായൊരു പ്രവർത്തനം. ഹൃദയം എന്തിനെ കൊണ്ടുപോകുന്നു? രക്തത്തെ കൊണ്ടുപോകുന്നു. എവിടെ? നമ്മളെ ബോഡി കൂടെ രക്തത്തെ കൊണ്ടുപോകുന്നു. എന്തിലൂടെ? രക്തക്കുഴലുകളിലൂടെ കൊണ്ടുപോകുന്നു. അല്ലോ ശ്രദ്ധിക്കണം, ഹൃദയം രക്തത്തെ കൊണ്ടുപോകുന്നു. എന്തിലൂടെ? രക്തക്കുഴലുകളിലൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, എൻഡോക്രൈൻ ഗ്ലാൻസും കൊണ്ടുപോകുന്നുണ്ട്. എന്തിനെ? ഹോർമോണിനെ. എന്തിലൂടെ? ഇവിടുത്തത് പ്രകാരം ഇവിടെ ഹൃദയത്തിന് രക്തത്തെ കൊണ്ടുപോകാൻ എന്തുണ്ട്? രക്തക്കുഴലുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്ലാൻസിന് ഹോർമോണിനെ കൊണ്ടുപോകാൻ എന്ത് വേണമായിരുന്നു? ഹോർമോൺ ഡക്റ്റ് അല്ലെങ്കിൽ
ഹോർമോൺ, അന്തസ്രാവി ഗ്രന്ഥികൾക്ക് ഹോർമോണിനെ കൊണ്ടുപോകാൻ എന്ത് വേണമായിരുന്നു? ഹോർമോൺ കുഴലുകൾ വേണമായിരുന്നു. ഏതുപോലെ ഇവിടെ രക്തത്തെ കൊണ്ടുപോകാൻ എന്തുണ്ട്? രക്തക്കുഴലുകളുണ്ട്. അതുപോലെ ഹോർമോണിനെ കൊണ്ടുപോകാൻ എന്തും വേണമായിരുന്നു? ഹോർമോൺ കുഴലുകൾ വേണമായിരുന്നു. പക്ഷേ നമ്മളെ ബോഡിയിൽ ഗ്ലാൻസിന് അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസിന് അതല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് അവയുടെ സെക്രീഷൻസായ അല്ലെങ്കിൽ അവയുടെ സ്രവങ്ങളായ ഹോർമോണിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്തില്ല? പ്രത്യേകമായ ഹോർമോൺ കുഴലുകൾ എന്ന് നമ്മൾ പറയും. ഹോർമോണിനെ കൊണ്ടുപോവേണ്ട കുഴലാണ് ഹോർമോൺ കുഴലുകൾ, അല്ലെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും? ഹോർമോൺ ഡക്റ്റ് എന്ന് വിളിക്കും. ഹോർമോൺ ഡക്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോർമോൺ കുഴലുകൾ നമ്മളെ ബോഡിയിലില്ല. അതല്ലെങ്കിൽ ഹോർമോണിനെ മാത്രം കൊണ്ടുപോകാനുള്ള ഹോർമോൺ ഡക്റ്റുകൾ നമ്മളെ ബോഡിയിലില്ല. അതുകൊണ്ട് ഈ എൻഡോക്രൈൻ ഗ്ലാൻസിനെ തന്നെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും. അതാണ് ഇവിടെ നോക്കണേ, അതാണ് ഡക്റ്റ് ലെസ് ഗ്ലാൻസ് എന്നാണ് വിളിക്കുക. ഡക്റ്റ്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ നാളീരഹിത ഗ്രന്ഥികൾ എന്നും കൂടെ വിളിക്കും. അപ്പോൾ നോക്കുക, അന്തസ്രാവി ഗ്രന്ഥികൾക്ക് പുതിയൊരു പേര് കൂടെ കിട്ടി. ഈ അറ്റത്ത് എഴുതിയത് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻസിന് എന്തില്ല? ഹോർമോണിനെ ക്യാരി ചെയ്യാൻ, ഹോർമോൺ മാത്രം ക്യാരി ചെയ്യുന്ന ഹോർമോൺ ഡക്റ്റുകൾ അല്ലെങ്കിൽ ഹോർമോണിനെ മാത്രം കൊണ്ടുപോകുന്ന ഹോർമോൺ കുഴലുകൾ ഇല്ലാത്തതുകൊണ്ട് അന്തസ്രാവി ഗ്രന്ഥികളെ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസിനെ വിളിക്കും. ഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്ത് വിളിക്കും? ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്. അല്ലെങ്കിൽ പ്രത്യേകമായ ഹോർമോൺ കുഴലുകൾ ഇല്ലാത്തതുകൊണ്ട് വിളിക്കും നാളീരഹിത ഗ്രന്ഥികൾ എന്നുള്ളത്. ഇതാണ് എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അപ്പോൾ നിങ്ങൾ ഓർക്കണം, എൻഡോക്രൈൻ ഗ്ലാൻസ് നമ്മളെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ആവും. ഈ എൻഡോക്രൈൻ ഗ്ലാൻസിന് അത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ അത് എവിടെയാണോ പ്രവർത്തിക്കേണ്ടതെങ്കിൽ ആ സ്ഥലത്തേക്ക് എത്തിക്കാൻ പ്രത്യേകമായ എന്തില്ല എന്നാണ് നമ്മൾ പഠിച്ചതിപ്പോൾ? പ്രത്യേകമായ ഡക്റ്റുകളില്ല, അല്ലെങ്കിൽ ഹോർമോണിനെ മാത്രം കൊണ്ടുപോകുന്ന എന്തില്ല? ഹോർമോൺ കുഴലുകൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹോർമോൺ കുഴലുകൾ ഇല്ലെങ്കിലും ഹോർമോണുകളൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളുടെ ബോഡി ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ നടത്താൻ അതിന് മാത്രമായിട്ടുള്ളൊരു കുഴലില്ല എന്നുള്ളതിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു പേര് കിട്ടി. എന്താ പറയുക? ഇതാ ഡക്റ്റ്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തു പറയും? നാളീരഹിത ഗ്രന്ഥികളെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നാളീരഹിത ഗ്രന്ഥിയായ അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് ഹോർമോണിനെ എവിടെ എത്തിക്കുന്നു? ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു. എന്നിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ എഴുതുന്നു. ഇപ്പോൾ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയും ലക്ഷ്യകല എന്ന് പറയും, അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് വന്നു, ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പോകാനുള്ളത് എങ്ങോട്ടാണ്? എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എൻ്റെ വീടാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം, അല്ലേ? നിങ്ങൾ സ്കൂളിലേക്ക് വന്നു, ക്ലാസ്സിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതാണ്? നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ആണല്ലോ. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, നിങ്ങൾക്ക് എത്താനുള്ളത് എവിടെയാണ്? അത് നിങ്ങളുടെ വീട്. ദാറ്റ് ഈസ് യുവർ ടാർഗറ്റ് സെൽ ഓർ ടാർഗറ്റ് സൈറ്റ്. എന്നപോലെ ഒരു ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ ആ ഹോർമോൺ പിന്നെ എവിടെയാണോ ആക്ട് ചെയ്യുന്നത്, ആ ആക്ട് ചെയ്യുന്ന സെല്ലിനെ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് സെൽ എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലക്ഷ്യകല എന്നുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ദ സെൽ ദാറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഹോർമോൺ. ഒന്നുകൂടെ, ദ സെൽ
ദാറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഹോർമോൺ. ഒരു ഹോർമോൺ കൊണ്ട് ആക്ടിവേറ്റ് ആക്കപ്പെടുന്ന അല്ലെങ്കിൽ ആക്ടിവേഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഹോർമോൺ ആക്ഷൻ തുടങ്ങുന്ന ഒരു സെല്ലാണ് ആ ഹോർമോണിൻ്റെ ടാർഗറ്റ് സെൽ. ഞാൻ പോകുന്നത് എൻ്റെ ലക്ഷ്യസ്ഥാനം, നിങ്ങൾ പോകുന്നതോ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയും പോലെ ഒരു ഹോർമോൺ ഏത് സെല്ലിലാണോ ആക്റ്റഡ് അപ്പോൺ ആവുന്നത് ആ സെല്ല് ആ പെർട്ടിക്കുലർ ഹോർമോണിൻ്റെ മാത്രം, ആ പ്രത്യേക ഹോർമോണിൻ്റെ മാത്രം ലക്ഷ്യകലയാണ്. എല്ലാ ഹോർമോണിൻ്റെയും ലക്ഷ്യകല ഒന്നല്ല. ക്ലിയർ ആക്കണേ. അപ്പോൾ ഏതൊരു സെല്ലിലാണോ ഏതൊരു കോശത്തിലാണോ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നത് ആ കോശത്തെയാണ് ഈ ഹോർമോണിൻ്റെ എന്തു പറയുക ലക്ഷ്യകല എന്ന് പറയുക. ഒരു കുട്ടി പോകുന്ന വീട് ആ കുട്ടിയുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയും പോലെ ഒരു ഹോർമോൺ പോകുന്ന സെല്ല് ആ കോശം ആ ഹോർമോണിൻ്റെ ലക്ഷ്യകല. ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം, ദ സെൽ ദാറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ പെർട്ടിക്കുലർ ഹോർമോൺ ഈസ് കാൾഡ് ദ ടാർഗറ്റ് സെൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഹോർമോണിൻ്റെ ടാർഗറ്റ് സെൽ എന്നാണ് അതിന് പറയാം. ഇനി ഓരോ ടാർഗറ്റ് സെല്ലിലും അവിടെ എത്തുന്ന ഹോർമോണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റേഴ്സ്. ഹോർമോൺ റിസപ്റ്റേഴ്സ് എന്നാണ് പറയുക. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺ ഗ്രാഹികൾ എന്ന് പറയും. അപ്പോൾ ഓരോ ഹോർമോണും പ്രവർത്തിക്കുന്ന കോശങ്ങളാണ് ഹോർമോണിൻ്റെ ലക്ഷ്യകല. ലക്ഷ്യകലയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്? കാരണം അവിടെ ആ പെർട്ടിക്കുലർ ഹോർമോണിനെ, ആ പ്രത്യേകമായ ഹോർമോണിനെ സ്വീകരിക്കാൻ ആരുണ്ട്? ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. അതുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. ഏതുപോലെ ഇപ്പം നിങ്ങളൊക്കെ യൂണിഫോമിൽ വന്നു, ഒരേപോലത്തെ യൂണിഫോം ഇട്ട് ഒരു 10 ആളെ ഒരു കുട്ടീൻ്റെ വീട്ടിലേക്ക് വിട്ടു. ശ്രദ്ധിക്കണം നല്ലോണം. ഒരു കുട്ടീൻ്റെ വീട്ടിലേക്ക് ഒരുപോലെ യൂണിഫോം അണിഞ്ഞ 10 ആളെ വിട്ടു. കൂട്ടത്തിൽ 11ാമനായിക്കൊണ്ട് 11ാമത്തെ ആളായിക്കൊണ്ട് ആ കുട്ടിയുണ്ട്. ശ്രദ്ധിക്കണേ. അപ്പം ഇങ്ങനെ ആ കുട്ടി അവരുടെ വീട്ടിലേക്ക് കൂട്ടുകാരികളെയും കൂട്ടിയെത്തിയാൽ കൂട്ടത്തിൽ നിന്ന്, ഒരുപോലെ യൂണിഫോം അണിഞ്ഞവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വന്തം കുട്ടിയെ തിരിച്ചറിയാൻ അക്കുട്ടിയുടെ മാതാവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? ഇല്ല എന്നുള്ളതായിരിക്കണം, ആകും നിങ്ങൾ ആൻസർ എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങളെ വീട്ടിലെ ചെറിയൊരു കുട്ടി, ഇപ്പോൾ LKG UKG പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ഇപ്പോൾ സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് മേക്കപ്പ് അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, മേക്കപ്പും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പ്രോഗ്രാമിന് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാറുണ്ടല്ലോ അല്ലേ. ഇങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ടീച്ചറിന് വരെ ആ പെർട്ടിക്കുലർ കുട്ടിയെ ചിലപ്പോൾ മേക്കപ്പിന് ശേഷം തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടാവും. പക്ഷേ ഫാദറിനും മദറിനും ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താണ്? അവർ തമ്മിൽ ഒരു ഇൻറ്റേർണൽ ബോണ്ടിങ് ഉണ്ട്, ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഒരുപോലെ യൂണിഫോം അണിഞ്ഞവർ വീട്ടിലെത്തുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് സ്വന്തം കുട്ടിയെ തിരിച്ചറിയാൻ ഒരു രക്ഷിതാവിനും പ്രയാസം ഉണ്ടാവില്ല. എത്ര മേക്കപ്പും ഡ്രസ്സിങ്ങും കഴിഞ്ഞാലും ആ കൂട്ടത്തിൽ നിന്ന് സ്വന്തം കുട്ടിയെ തിരിച്ചറിയാൻ ഒരു രക്ഷിതാവിനും പ്രയാസം ഉണ്ടാവില്ല. കാരണം അവർ തമ്മിലൊരു പ്രത്യേകമായ ബോണ്ടിങ് ഉണ്ട്. അതുപോലെ എന്തുണ്ട്? ലക്ഷ്യകല, ഹോർമോൺ പ്രവർത്തിക്കേണ്ട കലയാണ്, കോശമാണ്. അവിടേക്ക് വരുന്ന ഹോർമോണിനെ സ്വീകരിക്കാൻ ലക്ഷ്യകലയിൽ ആരുണ്ട്? ഹോർമോൺ റിസപ്റ്റേഴ്സിന് ഹോർമോണുകളെ സ്വീകരിക്കാൻ പ്രയാസങ്ങളൊന്നുമില്ല. ഏതുപോലെ കുട്ടിയെ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് പ്രയാസമില്ലാത്തതുപോലെ ഓരോ റിസപ്റ്റേഴ്സിനും അവിടെ പ്രവർത്തിക്കേണ്ട ഹോർമോണിനെ തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെ എന്തായി? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നേരെ ഹോർമോണുകൾ എവിടെ നിന്ന് വന്നു? ശ്രദ്ധിക്കണേ ഒന്ന്. ഹോർമോണുകൾ നേരെ എങ്ങോട്ട് വന്നു? ബ്ലഡിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്കാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക. രക്തത്തിലൂടെയാണ് ഈ ഹോർമോണുകൾ എവിടെ എത്തുക? നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് സെല്ലിലെത്തുക, അല്ലെങ്കിൽ ലക്ഷ്യകലയിലെത്തുക. ഹോർമോണുകൾ നേരെ ബ്ലഡിലേക്ക് എത്തി, ബ്ലഡിൽ നിന്ന് ടാർഗറ്റ് സെല്ലിലേക്കാണ് ഇത് പോവുക. ഇനി ടാർഗറ്റ് സെല്ലിലെത്തുമ്പോൾ അവിടെയാണ് ആരുണ്ടെന്ന് പറഞ്ഞത്? നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉള്ളത്. ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉള്ളത് എവിടെയാണ്? അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ പറയുന്ന ടാർഗറ്റ് സെല്ലിലാണ്. ഇനി ശ്രദ്ധിക്കണേ, ഹോർമോൺ ഗ്രാഹികൾക്ക് നോക്കുക, ഹോർമോണിനെ കിട്ടിയാൽ, ഹോർമോണും ഈ റിസപ്റ്റേഴ്സും കൂടെ ചേർന്നാൽ ഹോർമോൺ റിസപ്റ്റർ
കോംപ്ലക്സ്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം. ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് എന്ത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഘട്ടം. എങ്ങനെ ഓരോ ലക്ഷ്യകലയിലുമുള്ള ടാർഗറ്റ് സെല്ലിലുള്ള ഹോർമോൺ റിസപ്റ്റേഴ്സിന് അവിടെ പ്രവർത്തിക്കേണ്ട ഹോർമോണിനെ കിട്ടിയാൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ഏതുപോലെ നിങ്ങളെ ഫാദർ ഗൾഫിൽ പോയി തിരിച്ചു വരികയാണ് 4 വർഷത്തിന് ശേഷം. നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ആളുകൾ പുറത്തേക്ക് വരുന്ന വഴീൻ്റെ അവിടെ നിങ്ങളൊക്കെ നിന്നു. നിങ്ങൾ വരുന്നവരൊക്കെ നോക്കി നിങ്ങളെ ഫാദർ ആ കൂട്ടത്തിലുണ്ടോ എന്ന്. അപ്പോൾ ആദ്യം വന്ന കൂട്ടത്തിലൊന്നും നിങ്ങൾ കണ്ടില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെ ഫാദർ വരുന്നത് നിങ്ങൾ കണ്ടു. ഫാദർ നിങ്ങളെയും കാണുന്ന സമയത്ത് നിങ്ങൾ ഫാദറിൻ്റെ അടുത്തേക്ക് എല്ലാം മറന്നുകൊണ്ട് ഓടും. ഫാദർ എല്ലാം മറന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. നിങ്ങളും നിങ്ങളെ ഫാദറും കെട്ടിപ്പിടിക്കും അല്ലേ? ഈ കെട്ടിപ്പിടിക്കുന്ന രംഗം നിങ്ങളെ വണ്ടിയിലെ ഡ്രൈവർ കണ്ടു. അയാൾ അതൊരു ഫോട്ടോ ആക്കി എടുത്തു വെച്ചു. അങ്ങനെ പോരുകയാണ്. തിരിച്ചു പോരുന്ന സമയത്ത് നിങ്ങളെ ഫാദറിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയിൽ വെച്ചുകൊണ്ട് അയാൾ ഈ ഫോട്ടോ കാണിച്ചു തരുമ്പോൾ എന്താ നിങ്ങൾ കാണുകയിൽ? നിങ്ങളും ഫാദറും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി ഫാദറിനെ കൊണ്ടുവരാൻ നിങ്ങൾ പോയി എന്ന് പറയുന്നതിന് പകരം ഹോർമോണിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങളെ ഫാദറിനെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഹോർമോണിനെ സ്വീകരിക്കാൻ ആര് റെഡിയായിരിക്കുന്നു? റിസപ്റ്റർ അല്ലെങ്കിൽ ഗ്രാഹി റെഡിയായിരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അവരൊക്കെ നിങ്ങൾ പോയിട്ട് കെട്ടിപ്പിടിച്ചോ? ഫാദർ വന്ന വിമാനത്തിൽ വന്ന ആളുകളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കെട്ടിപ്പിടിച്ചില്ലല്ലോ. അതേപോലെ ഒരുപാട് ഹോർമോണുകൾ എന്തിലൂടെ വരുന്നുണ്ട്? രക്തത്തിലൂടെ വരുന്നുണ്ട്, ബ്ലഡിലൂടെ വരുന്നുണ്ട്. പക്ഷേ ആ വരുന്ന ഹോർമോണുകളെ എല്ലാത്തിനെയും കൂടി ആര് ശരിയാക്കുന്നില്ല അല്ലെങ്കിൽ കൂടിച്ചേരുന്നില്ല? ഗ്രാഹികൾ അവർക്കുള്ളതിനെ മാത്രം സ്വീകരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ ഫാദറിനെ മാത്രം സ്വീകരിക്കുന്നു, റിസപ്റ്റേഴ്സ് അവരുടെ ഹോർമോണിനെ മാത്രം സ്വീകരിക്കുന്നു. അങ്ങനെ ഹോർമോണും റിസപ്റ്ററും കൂടി ചേർന്നാൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. നിങ്ങളും ഫാദറും കൂടി ചേർന്നാൽ നിങ്ങളും ഫാദറും കെട്ടിപ്പിടിച്ച ഫോട്ടോ എന്ന പോലെ ഹോർമോണും റിസപ്റ്ററും കോംപ്ലക്സ് ആകുന്നു. അതേപോലെ ഹോർമോണും ഗ്രാഹികളും സംയുക്തങ്ങളായിട്ട് മാറുന്നു, കൂടിച്ചേർന്ന് സംയുക്തങ്ങളാകുന്നു. ആകുന്നു എന്ന് നമ്മൾ പറയുക എന്നല്ലാതെ അതിൻ്റെ തെളിവെന്താ? ആ തെളിവാണ് ഇനി പറയുന്നത്. ഇത്തരം ഒരു ഘട്ടം നടന്നാൽ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തമുണ്ടായാൽ ആ കോശത്തിൻ്റെ ഉള്ളിൽ എന്തു തുടങ്ങുന്നു? രാസാഗ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ആദ്യം നടക്കുന്ന പ്രവർത്തനം. കോശത്തിൻ്റെ ഉള്ളിൽ രാസാഗ്നികൾ പ്രവർത്തനം തുടങ്ങുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എൻസൈംസ് ആർ, ക്ലിയർ കുറവാണ് ഇത് ഇവിടെ, എൻസൈംസ് ആർ ആക്ടിവേറ്റഡ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇദ്ദേഹത്തെ ഇവിടെ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ നോക്കാം, രാസാഗ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എൻസൈംസ് ആർ ആക്ടിവേറ്റഡ്, എൻസൈമുകളുടെ പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തൊരു പ്രവർത്തനമാണ്, രണ്ടാമത്തൊരു മാറ്റമാണ്, ചേഞ്ചാണ് കോശ പ്രവർത്തനത്തിൽ മാറ്റം, അല്ലെങ്കിൽ കോശത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു. ചേഞ്ചസ് ഇൻ ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം, എഴുതാൻ പ്രയാസമുണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ കോശത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് എന്താ പറയേണ്ടത്? ചേഞ്ചസ് ഇൻ ദി സെല്ലുലാർ ആക്ടിവിറ്റീസ്. അത് രണ്ടുമാണ് എന്ത്? ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവ്. വേറെ രീതിയിൽ പറയാം, നിങ്ങളെ വീട്ടിലൊരു ചെറിയ കുട്ടി, ചെറുതെന്ന് പറഞ്ഞാൽ ഒരു UP ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി ഒറ്റയ്ക്ക് നിങ്ങളെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയി എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ബസ് കയറ്റി വിട്ടു. പിന്നെ നമുക്കൊരു പേടിയല്ലേ, അവിടെ എത്തൂലേ, എത്തിയിട്ടുണ്ടാവുമോ, വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടിയും ബേജാറും ഉണ്ടാവില്ലേ. എന്നിട്ട് എപ്പോഴാണ് നമുക്ക് സമാധാനമാവുക? അവിടുന്ന് വിളി വരണം, എത്തി എന്നുള്ളത്. അതേപോലെ ഗ്രന്ഥികൾ ഹോർമോണുകളെ നേരെ ബസ് കയറ്റി വിട്ടു. എന്തിൽ? ബ്ലഡിൽ കയറ്റി വിട്ടു. എങ്ങോട്ടാണ് വിട്ടത്? ടാർഗറ്റ് സെല്ലിലേക്കാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ബ്ലഡിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബസ് പോണ പോലെ. അവസാനം
ഇത് എത്തി എന്നുള്ളതിൻ്റെ തെളിവാണെന്ത്, ആ കോശത്തിൽ രാസാഗ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ആ കോശത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പ്രവർത്തന രീതിയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇത് രണ്ടുമാണ് ഹോർമോൺ എവിടെ എത്തി എന്നുള്ളതിൻ്റെ തെളിവ്, ടാർഗറ്റ് സെല്ലിൽ എത്തി എന്നുള്ളതിൻ്റെ തെളിവ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ഈ പാഠഭാഗത്തിലെ ബേസാണ്, മാത്രമല്ല ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്നതിനപ്പുറം ഈ പാഠഭാഗത്ത് നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യം കൂടെ. എന്താ ചോദ്യം വരിക? എങ്ങനെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ലക്ഷ്യകലയിൽ എത്തുന്നത് എന്നാണ് ചോദ്യം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിന് പറയണം, എഴുതണം. അല്ലെങ്കിൽ ഹൗ ദ എൻഡോക്രൈൻ ഹോർമോൺസ് ആർ ആക്റ്റഡ് അപ്പോൺ എ പെർട്ടിക്കുലർ സെൽ. ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ മേൽ എങ്ങനെയാണ് ഈ എൻഡോക്രൈൻ ഹോർമോണുകൾ ആക്റ്റഡ് അപ്പോൺ ആവുന്നത്. ഈ ആക്റ്റഡ് അപ്പോൺ ആവുന്ന സെല്ലാണ് ടാർഗറ്റ് സെല്ല് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയും ചോദിക്കാം, ഹൗ ദ ഹോർമോൺസ് റീച്ച് ഇൻ ദ ടാർഗറ്റ് സെൽ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ദ ഹോർമോൺസ് ആർ ആക്റ്റഡ് അപ്പോൺ എ പെർട്ടിക്കുലർ സെൽ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് സ്റ്റെപ്പുകളായിട്ട് ഞാൻ പറയും. ആ പോയിന്റുകൾ അങ്ങനെ കാണാതെ പഠിച്ചാൽ റെഡി, 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടി, ഉറപ്പിച്ചോളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണ് എന്ത് പറയേണ്ടത്, ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ്. അന്തസ്രാവി ഗ്രന്ഥികൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന്, അന്തസ്രാവി ഗ്രന്ഥികൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് ദീസ് ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ബ്ലഡ്. ഇത് നേരെ രക്തത്തിലേക്ക് ഈ ഹോർമോണുകളെ സ്രവിക്കുന്നു. അപ്പോൾ ഗ്രന്ഥികൾ ഹോർമോണുകളെ രക്തത്തിലേക്ക് സ്രവിക്കുന്നു എന്ന് ചുരുക്കം. 2 സെൻറ്റൻസ് ആക്കിയിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസ് ഇങ്ങനെ പഠിച്ചാലും മതി. എന്നിട്ട് എന്ത് ചെയ്യും, രക്തത്തിലൂടെ ഹോർമോണുകൾ എവിടെ എത്തുന്നു, ലക്ഷ്യകലയിലെത്തുന്നു, ടാർഗറ്റ് സെല്ലിലെത്തുന്നു. 2 അല്ലെങ്കിൽ 3. ഇനി ടാർഗറ്റ് സെല്ലിൽ ലക്ഷ്യകലയിൽ ഹോർമോണിനെ സ്വീകരിക്കുന്ന കോശങ്ങളാണ് ഹോർമോൺ ഗ്രാഹികൾ അല്ലെങ്കിൽ ഹോർമോൺ റിസപ്റ്റേഴ്സ്. ദർ വിൽ ബി ഹോർമോൺ റിസപ്റ്റേഴ്സ് ഇൻ ദി ടാർഗറ്റ് സെൽ. ദേ റിസീവ് ദി ഹോർമോൺ. ഇനി when the hormone receptor and the hormone is combined, അല്ലെങ്കിൽ ഹോർമോൺ റിസപ്റ്ററും ഹോർമോണും കൂടി ചേർന്നാൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഈസ് ഫോംഡ്. ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാകുന്നു. എപ്പോൾ? ഹോർമോണും ഗ്രാഹിയും കൂടി ചേരുമ്പോൾ. അതിൻ്റെ ഭാഗമായി കോശങ്ങളിൽ രാസാഗ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ആസ് എ റിസൾട്ട് ദ എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് ഇൻ ദ സെൽ ആൻഡ് the changes will be there in the cellular activity. സെല്ലുലാർ ആക്ടിവിറ്റീസിൽ എന്തുണ്ടാകുന്നു? ചേഞ്ചസും ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളവിടെ പറയേണ്ടതും പഠിക്കേണ്ടതും. ക്ലിയർ ആണോ? അപ്പോൾ ക്ലിയർ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ പാഠഭാഗത്തിൻ്റെ മറ്റു ഭാഗം, ഇനി ഹോർമോണുകളെ കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ വീണ്ടും പറയുന്നു, ഇത് പ്രധാനപ്പെട്ടതാണ്. 4 മാർക്കിൻ്റെ ചോദ്യം വരുന്നൊരു ഭാഗമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കണം. നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം, ചോദിക്കാം. പിന്നെ ഓർക്കുക, 10ാം ക്ലാസ് നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് മറക്കാതിരിക്കുക. ഇനി ഓൺലൈൻ ക്ലാസ് അത് നിങ്ങൾ ഏകദേശം ഈ അക്കാഡമിക് ഇയറിൻ്റെ പൂർണ്ണമായി തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് നടക്കൂ എന്നുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചോളൂ. സാഹചര്യങ്ങളും കിട്ടുന്ന അറിവുകളൊക്കെ അങ്ങനെയാണ് പറയപ്പെടാൻ പറ്റുന്നത്. ഇനി നിങ്ങൾക്ക് അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബാച്ചിന് കിട്ടിയ പോലെ കുറഞ്ഞൊരു കാലം ഓഫ്ലൈനായിട്ട് കിട്ടിയേക്കാം. നിങ്ങൾ അത്രയും ഭാഗ്യവാന്മാരാണെങ്കിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഓൺലൈൻ ആയിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അന്നാണ് തരുന്ന ക്ലാസ്സുകൾ ശരിക്കും പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അറിയാത്ത കാര്യങ്ങൾ അധ്യാപകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങളൊക്കെ തീർക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.